ഈ ഒരു പൈപ്പ് പീസ് വെച്ചിട്ടാണ് ഇന്ന് ഹാങ്ങിങ് പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു പീസാണിത്. നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചെറിയുന്ന ഒരു പൈപ്പും കഷ്ണമാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്ലാന്റർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചുറ്റും കയറ് വെച്ച് ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കയറ് വെച്ച് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ എപ്പോഴും 2 സൈസ് കയറുണ്ടാകും. ഒന്ന് കുറച്ച് കളറ് കൂടിയ കയറുണ്ടാകും. എപ്പോഴും ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കയർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഇതുപോലത്തെ കയറാണ് കണ്ടോ, ഇതിനേക്കാളും കുറച്ച് കളറ് കുറവാണ് ഇതിന്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഏത് കയർ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കയറൊട്ടിച്ചിട്ട് പെയിൻ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കയർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ സാധാരണ എല്ലാ ക്രാഫ്റ്റ് വർക്കിനും കാണാൻ ഭംഗി തോന്നാൻ ഈ കയറിയിരിക്കും കേട്ടോ. ഞാൻ ഇവിടം വരെ ഈ ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി. ഇടയിൽ മാത്രം ഗ്ലൂ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇടയിൽ മാത്രം ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ നാരുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതൊക്കെ ഒന്ന് വെട്ടിക്കളയാം. നമുക്കത് പെയിൻ്റ് അടിക്കണം. അപ്പം ഞാനിവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്, റെഡും ഗ്രീനും. അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കാം. നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഒരു ചെറിയ പീസ് കയറെടുക്കുക. ഇത്ര മതിയാകും. ഞാനിപ്പോൾ ഇത്ര ലെങ്ത്തിലാണ് ഒരു പീസ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇടാം. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ അറ്റം നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇത് ഞാനിവിടെ നന്നായി കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കെട്ടിയ ഭാഗം ഉള്ളിലേക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കാം. അതൊരു ഭംഗി പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതെ ഇങ്ങനെ ആയപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിടാം. നമ്മുടെ ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 2 സൈഡിലൂടെയും നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. 2 സൈഡിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മണി പ്ലാന്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി.
പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഈ 2 സൈഡിലും കുറച്ച് ഹോളുകൾ ഉണ്ടാക്കണം, ഇവിടെ ആയിട്ട്. അപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ ഒരു മെറ്റൽ സ്റ്റിക്ക് ഇങ്ങനെ തീയിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായാൽ നമ്മൾ ഈ ഭാഗത്ത് അമർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഹോളായി കിട്ടും. അപ്പോൾ ഇതൊരു മെറ്റൽ സ്റ്റിക്കാണ്. ഇത് വീട്ടിൽ ആവശ്യമില്ലാത്തൊരു പപ്പടക്കോലാണത്. എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റൽ സ്റ്റിക്ക് ഉപയോഗിച്ചാൽ മതി. നന്നായി ചൂടാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോളായി കിട്ടും. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 ഹോള് ഇതിനിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു 12 ഹോൾ ചെയ്യാം. 2 സൈഡിലും ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തൊട്ട് കയറ് ചുറ്റി തുടങ്ങണം. ഈ ഹോൾ ഉണ്ടാക്കിയത് വരെ കയറ് ചുറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ സൈഡിലും കയറ് ചുറ്റി കൊടുക്കാം. രണ്ട് സൈഡിലും കയറ് ചുറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ സൈഡിലും കയറ് ചുറ്റി കൊടുക്കാം. സൈഡും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഇനാമൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ഇനാമൽ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇനാമൽ പെയിൻ്റ് അടിച്ചാലൊരു തിളക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ പെയിൻ്റ് അടിക്കുന്നത്. ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആക്കാൻ വെക്കാം. ഇതിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചതൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 സൈഡിലും ഇവിടെയായിട്ടൊരു ഹോൾ ഉണ്ടാക്കണം. 2 സൈഡിലും ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ടാങ്കീസ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇടാം. ഇതൊന്ന് കെട്ടിടാം. ഇവിടെ ഒരു സൈഡിൽ കെട്ടിട്ടിട്ടുണ്ട്. ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്യാം. ഈ 2 അറ്റം നമുക്ക് മുറുക്കി കെട്ടാം. ഹാങ്ങർ ശരിയായിട്ടുണ്ട്. ഇനി ഈ 2 സൈഡിലും ടർട്ടിൽ വെയിൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. നമുക്ക് ഈ ഹോളിലൂടെ ടർട്ടിൽ വൈൻ വെക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഈ ടർട്ടിൽ വൈൻ ഇങ്ങനെ നല്ല ഉറപ്പിനിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഇർക്കിൽ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ആദ്യം ഹോളാക്കിയില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ട് വെക്കാം, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അതുപോലെ എല്ലാ ഹോളിലും ഈർക്കിലി വെച്ച് കൊടുക്കണം. ഇനി ഈ ചെയ്തതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്യണം. സൈഡിൽ നമ്മൾ മണ്ണിടാം.
ഞാനിവിടെ മണി പ്ലാന്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ PVC പൈപ്പ് കൊണ്ടുള്ള 2 അടിപൊളി ഹാങ്ങിങ് പ്ലാന്ററുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.